സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല സാർ. ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹകരിക്കും. കേരളത്തിലെ കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ്? അതെന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരല്ല. കാരണം മോദിക്കെതിരെ എന്തേലും പറയാൻ പാങ്ങില്ലാത്ത സംഘികളുടെ ഏറാൻ മൂളികളായി കോൺഗ്രസും അവർ നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയും മാറിക്കഴിഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിലെ അവഗണന തുറന്നുകാട്ടി ഇന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കി. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം സഭയിൽ നടക്കുമ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത പ്രതിപക്ഷം കാമ എന്നൊരു അക്ഷരം മിണ്ടാതെ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ്. ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു ജസ്റ്ററാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ആണേ, അപ്പോ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സതീശന് ഉറപ്പുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സഭയിൽ മിണ്ടാതെ വായിൽ പഴവും തിരികെ ഇറങ്ങിപ്പോയത്? ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഓ, ചോദിക്കുന്നില്ല സതീശൻ ജി. അങ്ങ് ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന പോലെ നാളെ തൊട്ട് ആ മോദിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലും കുനിഞ്ഞു നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ CPM-ന്റെ ബൂത്ത് തലത്തിൽ വരെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചിട്ടും സതീശന്റെ കോൺഗ്രസ് BJP സർക്കാരിനെതിരെ പ്രതിഷേധമോ ഒറ്റക്കെട്ടായ വിമർശനമോ നടത്തിയിട്ടില്ല. മോൻ ചത്തിട്ടാണെങ്കിലും മരുമോളുടെ കരച്ചിൽ കണ്ടാൽ മതി എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സതീശനും കൂട്ടനും ഈ ഒരു വൈബിലാണ് കേരളത്തിനെതിരെ നീങ്ങുന്നത്. ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത്? സാർ, ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലെ കാമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോല് പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ. ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിന് അവകാശമായി ലഭിക്കേണ്ടതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് സൈക്കോ സതീശനെ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുമ്പോൾ സതീശന്റെ ഇങ്ങനെയാണ്. കേരളത്തിന് വേണ്ടി ഇതുവരെ ചെയ്തതും ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളതുമായ എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും സതീശനോട് ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.